ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞു ഫാമിലി 1K കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. കഴിഞ്ഞ വീഡിയോക്ക് നെക്ക് പാറ്റേൺ ചെയ്ത ക്ലോത്ത് ഞാനിവിടെ ഷോർട്ട് നെറ്റ് ആക്കാൻ പോവാണ്. ഇതുപോലെ ലെങ്ത് ഭാഗത്ത് കുഞ്ഞു ഗദേഴ്സോ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായ നെക്ക് പാറ്റേൺ കണ്ടില്ലേ. ഇതാണ് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചെയ്തത്. ഈ കിടക്കാച്ചി നെക്ക് പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോർട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പഫ് സ്ലീവ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് കെട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് നൈറ്റ് സ്റ്റൈൽ ആക്കുന്നത്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ 4ആയിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്കിന്റെ വൈഡ് 3 ഇഞ്ച്, ഡീപ്പ് 7 ഇഞ്ച്. ഈ 3 ഇഞ്ചും 7 ഇഞ്ചും തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് നമുക്ക് വി കംപ്ലീറ്റ് ചെയ്യാം. ഷോൾഡർ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 7 ഇഞ്ച് ആംഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും മാർക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോ കാണുന്നില്ല, അതാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നത്. അതുപോലെ ആംഹോൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് കോണിലൊന്ന് കയറ്റി മാർക്ക് ചെയ്ത ശേഷം ആം ഹോളിന്റെ ഹാഫ് 3.5 ഇഞ്ച് ആ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് വിട്ട് ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി തയ്യൽത്തുമ്പ് അതും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് യോക്ക് പോർഷനിൽ നിന്ന് 14 ഇഞ്ച് താഴ്ത്തി ഒരു 8.5 ഇഞ്ച് വൈഡ് ഇവിടെയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബോഡി മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിലും തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിലും ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. നമുക്കിനി താഴോട്ട് എ ലൈൻ ആണല്ലോ വരുന്നത്, അതുകൊണ്ട് ഈ ഫുൾ വൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. അപ്പൊ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ കോണ് വരെ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച്, അതുപോലെ തന്നെ 1 ഇഞ്ചാണ് ഞാൻ ഈ കോണിൽ നിന്ന് കൊടുക്കുന്നത്. കാരണം ഇവിടെ കൂടുതൽ നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ട. അതും ബോഡിയുടെ അവിടെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഗേദേഴ്സ് കൊടുക്കാൻ വേണ്ടി 4.5 ഇഞ്ച് വീതിയിൽ ഞാൻ വേറൊരു പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഞാനിപ്പോ ഈ നൈറ്റിക്ക് 43 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ടാണ് 4.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഫ്രണ്ടും ബാക്കും നമുക്ക് നെക്ക് വ്യത്യാസമാണല്ലോ. ഫ്രണ്ട് നെക്ക് പോലെ അല്ല ബാക്ക് നെക്ക്. അതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത ശേഷം ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് ആം ഹോൾ ഒന്നുകൂടെ കുഴിച്ചു വെട്ടേണ്ടതുണ്ട്. അപ്പം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് കൂടെ ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചതുപോലെ തന്നെ നെക്ക് ഏരിയ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം. ബാക്ക് നെക്കിന് ഞാൻ 3 ഇഞ്ച് വൈഡും 3 ഇഞ്ച് ലെങ്തും കൊടുത്ത് ഒന്ന് ചേർത്ത് വരച്ച ശേഷം റൗണ്ട് നെക്ക് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് സ്ലീവ് ചെയ്യണ്ടേ. ഞാനിപ്പോ ഒരു സ്ലീവിന്റെ കണക്കിന് ഇതുപോലെ പേപ്പർ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട സ്ലീവിന്റെ ലെങ്ത് ഞാനിവിടെ 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആ 9 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ആം ഹോൾ 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ടോട്ടൽ വീതി ഞാനിവിടെ ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോളാണ് 7 ഇഞ്ച് വരുന്നത്. ടോട്ടൽ വീതി 10 ഇഞ്ചുണ്ട്. അപ്പോഴത്തേക്ക് ആം ഹോൾ വരുന്ന പോയിന്റിൽ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മാറ്റി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 4 ഇഞ്ച് മാറ്റി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണം. കണ്ടോ, താഴോട്ട് 10 ഇഞ്ച് വീതി ഉണ്ടല്ലോ, അതുവരെ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പ്. ഇനി നമുക്ക് പഫ് സ്ലീവ് വേണം. പഫ് സ്ലീവിന് വേണ്ടി ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് മേളിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ചുരുക്കെടുക്കാനുള്ള ലെങ്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3 ഇഞ്ച് വേണമെങ്കിലും 4 ഇഞ്ച് വേണമെങ്കിലും കൂടുതൽ പഫ് വേണമെങ്കിൽ ലെങ്ത് കൂടുതൽ കൊടുക്കണം. ഞാനിപ്പോ 2.5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് കുറച്ച് മതി. പഫ് സ്ലീവ് ആണെങ്കിലും കുറച്ച് ഞൊറിവ് മതി. കൂടുതൽ ഞൊറിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ കൊടുക്കാം. ഞാനിപ്പോ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ പഫ് സ്ലീവിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ ലെങ്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് അപ്പൊ കറക്റ്റ് പഫ് സ്ലീവിന്റെ ഷേപ്പ് വരും. ഇവിടെ ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് എല്ലാവർക്കും അറിയായിരിക്കും ഇതുപോലെ ഇത്രയും ചെയ്യാനായിട്ട്. പഫ് സ്ലീവ് ചെയ്യാനായിട്ട് ഇവിടെ കറക്റ്റ് നമ്മുടെ ലെങ്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 3 ഇഞ്ച് മാറ്റി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. കണ്ടോ, ഇനി നമുക്ക് ചെയ്യേണ്ടത്
ഈ പോയിന്റ് ഉണ്ടല്ലോ, 4 ഇഞ്ച് മാറ്റി മാറിക്കുന്ന പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് മേളിലോട്ട് 2 ഇഞ്ച്, 2 ഇഞ്ച് മാറ്റി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 2 ഇഞ്ചും ഈ 3 ഇഞ്ചും ഈ 2.5 ഇഞ്ച് ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത ഇത് 3 പോയിന്റുകളും തമ്മിൽ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഫ് സ്ലീവ് കിട്ടും. ഇതുപോലെ ഒന്ന് വളച്ചു വരച്ചു കൊടുത്താൽ മതി. ഈ 3 ഇഞ്ച് വന്ന് കണ്ടോ, ഈ 2 ഇഞ്ച് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഷേപ്പ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് പഫ് സ്ലീവ് കിട്ടുന്നത്. ഡയറക്റ്റ് ക്ലോത്തിൽ വരച്ച് കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതാണ് ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പഫ് സ്ലീവിന് ഷേപ്പ് ചെയ്ത കണക്കിന് തന്നെ കട്ട് ചെയ്യണം. കണ്ടപ്പോ ഇതുപോലെ കിട്ടും നമ്മുടെ സ്ലീവ്. ക്ലോത്തിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 9 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആം ഹോളിന്റെ ഏരിയ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് അല്ല ഞാൻ കൊടുക്കുന്നത്, 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് മാറിപ്പോയതാണ്, ഞാൻ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് വൈഡാണ്, ക്ലോത്തിന്റെ വൈഡാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. അത് പോയിട്ട് ഈ ലെങ്ത് ഭാഗം നമ്മൾ കൊടുത്തല്ലോ, അതിനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത ശേഷമാണ് ഞാൻ മേളില് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഏരിയന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവിന്റെ ഷേപ്പ് കൊടുത്ത ശേഷം ഇവിടെ 3 ഇഞ്ച് നേരത്തെ കാണിച്ച നല്ല 3 ഇഞ്ച്, ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്, ബാലൻസ് ഒന്ന ക്ലോത്തിൽ നിന്ന് 6 ഇഞ്ച് അതുപോലെ കൈ വണ്ണം കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പഫ് സ്ലീവിന്റെ ഷേപ്പ് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ബാക്ക് നെക്കിന് വേണ്ടി ഇതുപോലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്രോസ് പീസാണ് ഞാനിപ്പോ ബാക്ക് നെക്കിന് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വച്ച ശേഷം ഈ നെക്കിനോട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുൾ റൗണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വീതിയിൽ കട്ട് ചെയ്യരുത്. 1-1.5 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്താൽ മതി. ഒത്തിരി വീതിയായി പോയാൽ നമുക്ക് ഇത് തിരിച്ചിട്ടെടുക്കുമ്പോൾ അവിടെ ഒരു ഫിനിഷിങ് വരത്തില്ല. ബാലൻസ് ചെയ്യുന്ന ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് നോക്കാം നമ്മുടെ നെക്ക് എങ്ങനെയുണ്ടെന്ന്. ഇതിനെ കണ്ട് ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കണം. അകവശത്തോട്ടാക്കി എടുക്കുമ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ അകവശ ഫിനിഷിങ് ഇല്ലാതെ എങ്ങനെ വന്നാൽ അതിനെ ഒന്ന് തിരിച്ചു വെച്ച് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തല്ലോ പീസ്, അതിലോട്ടൊന്ന് കുഞ്ഞു 1-2 കട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിക്കോളും. അതൊന്ന് ഹെമ്മിങ്ങും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നെക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടും. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് പീസ് ബാലൻസ് ഒന്നത് തന്നെയാണ്. ഇതുപോലെ ഒന്ന് എടുത്ത് മേൽഭാഗം കറക്റ്റ് ലെവലായിരിക്കണം. ആ ലെവലിൽ ചേർത്ത് നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് ഇട്ട് കൊടുക്കണം. നല്ല വശങ്ങൾ ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്തും സെന്റർ ഭാഗത്തും പിൻ ചെയ്ത് കറക്റ്റ് ഷേപ്പിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ ആ വി ഷേപ്പിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ വി ഷേപ്പിന്റെ അവിടെ എത്തുമ്പോൾ ഫുട്ടൊന്ന് ഉയർത്തി ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ 2 നെക്കും ചെയ്യാം. അതുപോലെ ഫ്രണ്ട് നെക്ക് ചെയ്യുന്ന പോലെ തന്നെ അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോ 2 മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് മാറ്റി ഇതിനകവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് അകവശത്തുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണ്ടേ. ആ വി ഷേപ്പിന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഒന്ന് തിരിച്ചിട്ട ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ച ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ക്ലോത്ത് നമുക്ക് അതേ വി ഷേപ്പിനൊന്ന് 1-1.5 ഇഞ്ചോ വീതിയിൽ ഇതുപോലെ ഒന്ന് വി ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റണം. 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ ഹെമ്മിങ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ എളുപ്പത്തിന് വേണ്ടി ഇതിന്റെ എൻഡ് ഭാഗത്ത്, ഈ കട്ട് ചെയ്ത് മാറ്റുന്നതിന്റെ എൻഡ് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തിരിച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് ഈസി ആവും. 2 സൈഡും ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും.
ഇതിന് നമുക്ക് ഒന്ന് തിരിച്ചിട്ടെടുക്കേണ്ടതുണ്ട്. ഇതിന് തിരിച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫിനിഷിംഗ് ആവും. ഹെമ്മിങ് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ ഷോൾഡറുകൾ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ഒന്ന് ചേർത്ത് അടിച്ചെടുത്ത ശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിന്റെ ലെങ്ത് ഭാഗം ഒരു 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. ഇനിയാണ് നമുക്ക് ഞൊറിവ് കൊടുക്കാനുള്ളത്. നമ്മൾ 2.5 ഇഞ്ച് പഫ് സ്ലീവിന് വേണ്ടി ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തല്ലോ, ഈ ഏരിയ. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന്, ഈ സൈഡ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമുക്ക് കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കേണ്ടത്. ഒരേ കണക്കിന് നമുക്ക് ഈ പ്ലീറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിന് ഇതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കുഞ്ഞു പ്ലീറ്റ്സ് പിടിച്ചുകൊണ്ട് കൈ കൊണ്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തൊരു ഷേപ്പ് ആക്കി വെക്കുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ കൈ കൊണ്ട് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. നമ്മുടെ പഫ് സ്ലീവ് ഇതേ ഷേപ്പിന് കിട്ടും. ഇതിന് നമുക്കിനി നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സെന്റർ പോർഷൻ കണ്ടുപിടിക്കണം. സെന്റർ ഏരിയയിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തല്ലോ, ആ പോയിന്റിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച ശേഷം ഈ സെന്റർ പോർഷനിൽ നിന്നാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞൊറിവെല്ലാം അവിടെ കറക്റ്റിന് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഏരിയ കംപ്ലീറ്റ്, ഈ സൈഡ് ഫുൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനെ തിരിച്ച്, ഇപ്പൊ സെന്റർ വരെയല്ലേ സ്റ്റിച്ച് ചെയ്തത്, നമുക്ക് ഫുൾ ഏരിയ ഈ അറ്റം വരെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെന്റർ ഭാഗത്തു നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്ത്, ആ സെന്റർ ഭാഗത്ത് കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. 2 സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ലീവ് കണ്ടോ, പഫ് സ്ലീവ് ഇതുപോലെ കിട്ടി. കൈ 1.6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം. താഴോട്ട് ബോഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബോഡി അതിന്റെ പുറത്തൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു കെട്ട് കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. ഈ അടിച്ചു പോകുന്ന ടൈമിന് വേണമെങ്കിൽ നമുക്ക് കെട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതല്ല എങ്കിൽ ഞാനിപ്പോ ഇതിൽ നിന്ന് ഒരു 18 ഇഞ്ച് ലെങ്ത്, യോക്ക് ഏരിയയിൽ നിന്ന് 18 ഇഞ്ച് ലെങ്ത് താഴോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഏരിയയിൽ സ്റ്റിച്ച് മാറ്റിയ ശേഷം ബാക്കി പോർഷൻസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ബോഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ കെട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ലെങ്ത് ഭാഗത്തൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി ഇട്ട ശേഷം തന്നെയാണ് ഈ 3 ഇഞ്ച് കയറ്റി, ഈ എൻഡ് ഭാഗത്തുനിന്ന് 3 ഇഞ്ച് കയറ്റി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ചെയ്തതുപോലെ ലെങ്ത് ഏരിയയിൽ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ടൊന്ന് ഇറങ്ങിപ്പോവും. അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 43 ഇഞ്ച് ലെങ്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 4.5 ഇഞ്ച് വീതിയിലുള്ള ഇതുപോലെയുള്ള പീസ് എടുത്ത് ഒന്നും കൂടെ ഒന്ന് ഗേദേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് വെച്ച് അതിന്റെ എൻഡ് പോർഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഒത്തിരി അടുക്കി കൊടുക്കുന്നില്ല ഗേദേഴ്സ്, കുറച്ച് ചെറിയ ഗേദേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നൈറ്റിയുടെ ലെങ്ത് ഭാഗത്തുള്ള ഫുൾ റൗണ്ട് ഏരിയ ഉണ്ടല്ലോ, ആ റൗണ്ട് ഏരിയയുടെ ഡബിൾ കൊടുക്കുന്നില്ല, ആ ഫുൾ റൗണ്ട് ഏരിയയുടെ ഹാഫ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗേദേഴ്സ് കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ നൈറ്റിയുടെ ഫ്രണ്ട് ഏരിയയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഗേദേഴ്സ് കൊടുക്കാൻ വേണ്ടി ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് കൊടുക്കുവാണ്. ഫ്രണ്ട് ഏരിയക്ക് സെപ്പറേറ്റ്, ബാക്ക് ഏരിയക്ക് സെപ്പറേറ്റ് കൊടുക്കുവാണ്. നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത് വിട്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് ആ സ്റ്റിച്ച് ഒന്ന് മാറ്റിയ ശേഷം ഒരു 1/2 ഇഞ്ച് മാറ്റിയ ശേഷമാണ് ഈ ഫ്രണ്ട് ഏരിയയും ബാക്ക് ഏരിയയും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുന്നത്. ഈ ഗേദേഴ്സ് കൊടുക്കുന്നത് നമുക്ക് ഫുൾ റൗണ്ട് ഒന്നിച്ച് വെച്ച് കൊടുത്താലും മതി. ഇപ്പൊ കറക്റ്റ് ഫ്രണ്ടിനും ബാക്കിനും കറക്റ്റ് ലെവലിൽ തന്നെ ഗേദേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രണ്ട് പോർഷനിൽ ഹാഫ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ഗേദേഴ്സ് കൊടുക്കുന്ന, ബാക്ക് പോർഷനിലും അതുപോലെ സെപ്പറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു കറക്റ്റ് ലെവലിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗേദേഴ്സ് കൊടുത്ത് കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ 2 സൈഡും ഒന്ന് ഈ ബാലൻസ് ഇങ്ങനെ ഗേദേഴ്സ് കൊടുത്ത ഏരിയ ഒന്ന് ചേർത്തടിച്ചെടുക്കണമല്ലോ. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മൾ ഗേദേഴ്സ് കൊടുത്തത് കാണേണ്ടത് ഇതുപോലെ കിട്ടും. നമുക്ക് ഗേദേഴ്സ് നല്ല ഭംഗിയായിട്ട് തന്നെ
നമുക്ക് ഇവിടെ ഗദേഴ്സ് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതുപോലെ കിട്ടും. ഈ സൈഡിൽ സ്റ്റിച്ച് നമ്മളൊന്ന് അരയിഞ്ച് മേളിലോട്ട് ഇതുപോലെ പൊളിച്ച് മാറ്റിയ ശേഷമാണല്ലോ നമ്മളിവിടെ ഗദേഴ്സ് കൊടുത്തത്. അവിടെ നിന്ന് നമുക്ക് ഒരേ ലെവൽ പിടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിൽ ഒരു കെട്ട് കൊടുക്കണമല്ലോ. അതിനുവേണ്ടി 2.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇവിടെ ഒരു കട്ട് പീസ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് വീതിയും ഇതുപോലെ 33 ഇഞ്ച് നീളത്തിലുമാണ് ഒരു പീസ്. അതുപോലെ 2 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ സൈഡ് ചേർത്തൊന്ന് 1/4 ഇഞ്ച് മാറ്റി ഒരു സൈഡ് ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. 2 പീസ് ഇതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. സാധാ ഡോരിയൊക്കെ തിരിച്ചിടുന്ന പോലെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുത്ത ശേഷം നമുക്ക് അതിന്റെ എൻഡ് ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ എൻഡ് ഭാഗം ഒന്ന് അകത്തോട്ടാക്കി ഒരു 1/4 ഇഞ്ച് ഭാഗത്ത് അകത്തോട്ടാക്കി ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം നമ്മുടെ ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് നല്ല വശത്ത് അകവശത്തൂടെ ഇതിനെ നമ്മൾ ആദ്യമേ ഈ പോയിന്റിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിനകത്തൂടെ നമുക്ക് ആ ഹോളിലൂടെ ഈ കെട്ടിനെ പുറത്തെടുക്കാം. ഇതിപ്പോ നൈറ്റ് തിരിച്ചിട്ടൊക്കെയാണല്ലോ, ഈ അകവശത്തൂടെ ഇതുപോലെ ഒന്ന് പുറത്തെടുത്ത് കറക്റ്റ് ലെവൽ പിടിച്ച് വെച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ ഹോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ക്ലോസ് ചെയ്തെടുക്കാം. 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്ത് ബോഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ നൈറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.